എന്നാലും നീ ഏറെ ശ്രദ്ധിക്കേണ്ടത് നടപടി, ദീന്, നിലപാട്, സ്വഭാവം, മതബോധം അതുണ്ടോ? നാണമുള്ളവളാണോ? ലജ്ജയുള്ളവളാണോ? ഔറത്ത് മറക്കുന്നവളാണോ? ഇതെല്ലാം നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടണോ? ഇനി പെണ്ണ് കെട്ടുമ്പോ അവളെ മാത്രം നോക്കിയാ പോരാ, നിന്നെയും നോക്കണം കേട്ടോ. സാന്ദർഭികമായി നിർത്താൻ 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞങ്ങളെ ബാല്യക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഏറെ പ്രിയപ്പെട്ട ബാല്യക്കാർ, പരിശുദ്ധമായ ദീനിന്റെ നട്ടല്ലായ പ്രതീക്ഷയായ നെടുന്തൂണായ നല്ലവരായ ഞങ്ങളെ ചെറുപ്പക്കാർ, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ആയുസ്സും ഏറ്റി കൊടുക്കട്ടെ. അവരുടെ യൂത്ത് വിങ്കിലും അവരുടെ കൂട്ടായ്മകളിലും അവരെ അംഗമനസ്സിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ മരിച്ചുപോയവരുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെ നാട്ടിൽ നിന്ന് മിഞ്ഞാന്ന് മരിച്ചുപോയ ബാല്യക്കാരന് ഷമീർ എന്ന ചെറുപ്പക്കാരന് അല്ലാഹു അവരൊക്കെ ഖബർ സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും ഞങ്ങളെയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. പറഞ്ഞു വന്നത് ചെറുപ്പക്കാർ കേട്ടോ, പെണ്ണ് ഔറത്ത് മറക്കുന്നവളാണോ എന്ന് മാത്രം നോക്കിയാ പോരാ. ആണുങ്ങളായ നിങ്ങളോട് പറയട്ടെ, ആണുങ്ങളായ ചെറുപ്പക്കാർ ബാല്യക്കാരോട് പ്രത്യേകിച്ച്, വയസ്സന്മാരും ആണ്, പക്ഷെ എല്ലാവരും അല്ല, ബാല്യക്കാർ ഏകദേശം ഇപ്പൊ പുതിയൊരു ട്രെൻഡ് എന്തറിഞ്ഞാ ബജാർക്ക് പോകുമ്പോ ടൗണിലേക്ക് പോകുമ്പോ ഷെഡിട്ടിട്ട് പോന്നു. ഷെഡി 3/4 ആണെങ്കിൽ ഓക്കെ, കാരണം ആണിന്റെ ഔറത്താടെ മുട്ടുപൊക്കിളിന്റെ ഇടയില് എപ്പോഴും മറക്കണോ? നിസ്കാരത്തിൽ നിസ്കാരത്തിന്റെ പുറത്തും അതവന് നിർബന്ധമാണ്. ഫുട്ബോൾ ഗാലറി ആയെങ്കിൽ മോശമില്ല, വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലായെങ്കിൽ മോശമില്ല, ബജാർക്ക് വരുമ്പോഴായാലും മോശമില്ല. രാത്രി നീ നിന്റെ ഭാര്യ അല്ല പിന്നെ ഒരാള് കാണുന്ന കോലത്തിൽ നീ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മോശമില്ല. നീ നിന്റെ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറക്കണം. പാൻറ്റോറും മുണ്ട് തുണി എന്തു ആവും, 3/4 ഷെഡിയും മോശമില്ല, മുട്ടുമറയുന്നു. ഇപ്പൊ നമ്മളെ ബാല്യക്കാരെല്ലാം കാണുന്ന ഏകദേശം ഇപ്പത്തെ ന്യൂ ജനറേഷൻ, ഇപ്പത്തെ യോ ബ്രോ, ഒരു പുതിയ വേഷം, 4 ബള്ളിയുള്ള ഒരു ഷെഡി ഇട്ടിട്ട് ബജാർക്ക് വരും, നാണയം ഇല്ലാണ്ട് ഇങ്ങനെ ചുറ്റും. ഓൻ വ്യാജം ചന്താണ്. സത്യം പറയട്ടെ സഹോദരൻ, നിന്നെ പോലത്തെ കുറച്ച് പീക്കിരി പുള്ളമാർക്ക് അതൊരു ചന്താണ്. പക്ഷേ കുറച്ചൊക്കെ നല്ലവർ ലോകത്തുണ്ട്, മതബോധമുള്ളവരുണ്ട്, വയസ്സന്മാരുണ്ട്, മാനം മര്യാദയുള്ളവരുണ്ട്. അവർ അതിനെ നോക്കിയിട്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്, അവരെ മനസ്സിന്റെ അകത്ത് അവർ ശപിക്കുന്നുണ്ട്. ആവേശം ശരിയല്ല. അത് നിന്റെ ഭാര്യ മാത്രമുള്ള റൂമിലാണെങ്കിൽ ഓക്കെ. നിന്റെ ഭാര്യ ഓൺലി വൈഫ്, അവളെ മുമ്പിൽ ഈ ഷെഡിയല്ല, ഷെഡി തന്നെ വേണമെന്നില്ലല്ലേ. ഇതെല്ലാം വേഗം തിരിയുന്നല്ലേ നിങ്ങൾക്കല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. പെണ്ണുങ്ങളെ ഔറത്ത് അങ്ങനല്ല, ആണിന് ഒരേ ഔറത്ത്. ആണിന് നിർബന്ധമായിട്ടും മറക്കേണ്ടത് ഒരേ ഔറത്ത്. മൂസ്റ്റയുടെ പോയി ഞങ്ങൾ മൂസ്റ്റയുടെ പോയി. പ്രസിഡന്റ് ഉണ്ടല്ലേ, ലേറ്റായ ഒരു 5 മിനിറ്റ്. ഞാൻ അണക്ക് നാളെ വരുമോ? നിങ്ങൾക്ക് ലേറ്റായിട്ട് അണക്ക് ലേറ്റായി. ഇത് ആണിന്റെ ഔറത്ത് എപ്പോഴും ഒന്നല്ല, അത് നിർബന്ധമായിട്ട് മറക്കണം. ഏടായെങ്കിലും മറക്കണം. അത് ഏടായെങ്കിലും മറക്കണം, അതിൽ വലിയ എക്സ്ക്യൂസും ഇല്ല. ഷെഡി സംസ്കാരം അത് യൂറോപ്യനാണ്, അത് അമേരിക്കൻസാണ്, അത് അതർസാണ്. ഞമ്മല്ലാതെ നമുക്ക് പറ്റിയ വേഷമല്ല, നമുക്ക് നമ്മളേതായ വേഷമുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അവിടെ നിൽക്കണം. നല്ല പോലെ കേട്ടോ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഈമാനുള്ള ബാല്യക്കാർക്കാണ് ഈ വേല, ഇസ്ലാമിയത്തുള്ള ബാല്യക്കാരോടാണ് ഈ വേല. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ചെറുപ്പക്കാരോട് ദീനിന്റെ തട്ടല്ലാണെന്ന് മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ച ഞങ്ങളെ എല്ലാമായ ചെറുപ്പക്കാരോടാണ് ഈ വേല. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി, ആണിന്റെ ഔറത്ത് നോക്കരുത്. ആണ് പെണ്ണിന്റെ ഔറത്ത് മാത്രമല്ല, ആണിന്റെ ഔറത്ത് നോക്കരുത്. വലാ ഇംറാത്തുൻ ഇലാ ഔറത്തി ഇംറാ, ഒരു പെണ്ണിന്റെ ഔറത്തിലേക്കും നോക്കരുത്. വലാ യുഫ്ലിർ റജുലു ഇലർ റജുലി ഫീ തൗബിൻ വാഹിദ്, രണ്ടാണുങ്ങൾ ഒരേ തുണി പോയച്ചിട്ട് ഉറങ്ങരുത്, ഒരേ തുണി ഉടുക്കരുത്. അല്ലെങ്കിൽ വരുന്ന തിങ്കളാഴ്ച കൊടുത്തോ ചൊവ്വാഴ്ച കൊടുത്തോ മോശമില്ല. ഇത് തിങ്കളാഴ്ച രണ്ടാളും ഒരേ തുണി,
രണ്ടാൾക്ക് ഒരേ തുണി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടേന്ന് കട്ടാക്കി നല്ല വൈ പാടില്ല. ഒരേ ഒല്ലിൽ രണ്ട് ബാല്യക്കാർ ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? അത് മോശമില്ല. അവനവന്റെ ഔറത്തെല്ലാം മറിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഇതാ ഫാൻറ്റും ഷർട്ടും ഇടാണ്ട് ഒരേ ഒല്ലിൽ ഉറങ്ങുന്നത് പാടില്ല, ഹറാമാണ്. അള്ളാന്റെ ശാപമുണ്ട്, അള്ളാന്റെ മലായികത്തീങ്ങളെ ശാപമുണ്ട്. ഔറത്ത് വെളിവാക്കി നടന്ന ഔറത്ത് നോക്കാൻ സൗകര്യം തന്ന നിനക്കാണ് ഡബിൾ കുറ്റം, നോക്കിയവർക്കുമുണ്ട്. മഹാനായ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നദാ മഅ്മർ എന്ന സഹാബിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അത് മർറ അലാ മഅ്മറിൻ, മഅ്മർ എന്ന സഹാബിന്റെ അരികിലൂടെ മുസ്തഫ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഫഖദാഹു മക്ശൂഫതാനി, മഹാനായ മഅ്മർ എന്ന സഹാബിയുടെ ആണാണ് അയാൾ, പുരുഷനാണ് അയാൾ. അയാളെ തൊട കാണുന്നു, അയാളെ തൊടന്റെ വെളുപ്പ് വെളിവാവുന്നു. മുസ്തഫായ നബി തങ്ങളെ കണ്ട നേരം അവിടെ ആ സഹാബിയോട് പറഞ്ഞു, യാ മഅ്മർ, യാ മഅ്മർ ഖുത്തഫഖദൈക, നിന്റെ തൊട നീ മറക്കണേ മോനെ. ഫഇന്നൽ ഫഖദൈനി ഔറാ, തൊട രണ്ടും ഔറത്താണ് പൊന്നെ. അത് കാട്ടല്ലേ, അത് തുറക്കല്ലേ. മുസ്തഫായ റസൂലുള്ളാഹി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് ബുഖാരിന്റെ ഹദീസിലെ കാണാ, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുസ്തഫായ റസൂലുള്ളാഹി പറയുകയാണ്, അൽ ഫഖദു ഔറാ, ചെറുപ്പക്കാരാ, ബാല്യക്കാരാ, ഷഡ്ഡിയിടുന്ന ചക്ക, നിന്റെ തൊട ഔറത്താണ്. ഖാല റസൂലുള്ളാഹ്, നീ ഓളും മാത്രമാണെങ്കിൽ ആയിക്കോട്ടെ, പ്രശ്നമില്ല, ബാത്ത് നഹി, സംസാരമില്ല. കാരണം അതെ ഭാര്യ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ രണ്ടും ഒന്ന, നിങ്ങൾക്ക് എന്തും ആവാ എങ്ങനെയും ആവാ, അത് വേറെ വിഷയം, അതല്ല. അതേ സമയത്ത് അവിടെ അനിയന്റെ ഭാര്യയില്ലേ, ഇല്ലേ? നിന്റെ കെട്ടിയോളെ അനിയത്തിയില്ലേ? വേറെ ആരെ എത്ര ആൾക്കാർ അന്യരുണ്ട് അവിടെ? നീ സ്വബൈ കണിച്ചിട്ട് അപ്പം തിന്നാനും ദോശപത്ര തിന്നാനും ഈ ഷെഡ്ഡി ഇട്ടിട്ട് ഇങ്ങനെ വായു വളർന്നുകൊണ്ട് വരുമ്പോ ഒരു പിണ്ടി മാത്രമല്ല കാണുന്നത്, നിന്റെ തൊടയും അതിന്റെ അപ്പുറത്തുള്ളതും കാണുന്നത്. പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വേട് പറയുന്നില്ല. പാടില്ല, നിനക്കാണ് കുറ്റം, ഡബിൾ കുറ്റം നാളെ ആഖിറത്തിലുണ്ട്, ഖബറിലുണ്ട്. മലായികത്തീങ്ങള് നിന്നെ ശപിക്കുന്നു. ചെറുപ്പക്കാർ കോപിക്കരുത്, ബാല്യക്കാർ ദേഷ്യപ്പെടരുത്. നിങ്ങൾ ദീനിന്റെ നട്ടെല്ലാണെന്ന് മുത്തു റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആരുന്നു. മുത്തു റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വാഗ്ദാനം ചെയ്തു സ്വർഗത്തിലെ തണല് മുത്തു റസൂലുള്ളാഹ്. എന്താക്കണോ എന്നെന്താക്കണോ ഉസ്താദേ? ആയതായി അങ്ങനെ വന്നുപോയി ഉസ്താദെ, അറിഞ്ഞില്ല, എന്നെന്താക്കണോ എന്ന് കേട്ടെങ്കിൽ തൽക്കാലം അത് മാറ്റിയിട്ട് കുറച്ച് വലിയ ഷെഡ്ഡി മേങ്ങിക്കാൻ, അല്ലെങ്കിൽ ഔറത്ത് നല്ല പോലെ മറിയുന്ന ഫാൻറ്റോമുണ്ടോ ആവട്ടെ, ഏതായാലും തൊട കാട്ടിയിട്ട് നടക്കണ്ട, പുറത്തു പോണ്ട, അന്നരെ കാട്ടണ്ട. പെണ്ണ് മുഴുവനും ഔറത്താണ്. പെണ്ണിന് 4 ഔറത്ത്, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കാര്യങ്ങളുണ്ടാ? നിർത്താനായല്ലേ തങ്ങളെ? പറഞ്ഞോളി. ഇന്ന് മായി വന്നിട്ടാകുമ്പോൾ നല്ലോണം അറിഞ്ഞാന്നല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. അതെ, മാഷാ അല്ലാ. നമ്മുടെ ജമാഅത്തിന്, നമ്മുടെ മഹല്ലത്തിന് വലിയൊരു ആശയുണ്ട്. മഹാൻ കിടക്കുന്ന ഈ പരിസരം മൗലിദിനും മറ്റു വഅദിനും ഉറൂസിനും എല്ലാ വിശ്വാസികളും വന്നിട്ടിരിക്കുന്ന, സാധാരണ ഈ പന്തലെല്ലാം ഇട്ടിട്ടിരുന്ന ഈ സ്ഥലം സ്ഥിരമായിട്ടുള്ളൊരു ഷീട്ട് പന്തലാക്കാൻ ഞങ്ങളുടെ നാട്ടിൻ്റെ നേതൃത്വത്തിന് വലിയൊരു മനസ്സുണ്ട്. അപ്പോൾ ഷീട്ടിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളറ്റുന്ന് മഴ വന്ന് ഇടിമുട്ടുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് തന്നെ നല്ല റാഹത്തുമായി അൽഹംദുലില്ലാ, വിശാലായി, ചന്തായി. അപ്പോൾ അതിന് ഒരു സ്ക്വയറിന് ഒരു 200 രൂപ പോലെ, 150 രൂപ പോലെ. എത്ര സ്ക്വയർ വേണ്ടി വരും? 5000 സ്ക്വയർ.
ഞങ്ങളെപ്പോലെ തന്നെ ഏകദേശം 2800 3300 എല്ലാം ഉണ്ട് അല്ലേ. ഞാനൊരു പരക്ക് പോയി, സുബ്ഹാനല്ലാഹ്, പരക്ക് പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ എൻ്റെ ഫസ്റ്റ് ദിവസം മൂത്രിക്കണം, ഞാട്ട് പിടിക്കണം, നല്ലോണം പിടിക്കണം, മൂത്രിക്കണം, എന്തും സഹിക്കാം. ബേക്കുന്നത് ലേട്ടാകും സാരമില്ല, ബീത്തുന്നത് ലേട്ടാകും കഴിയാ, തട്ട് തടുക്കാം മുട്ട് തടുക്കാൻ കഴിയാലും ചെന്ന് കേട്ടിട്ടേ ഞാൻ ബീത്തണോ. അങ്ങനെ ഈ പുതിയ പുര അയാളെ പുരകുടിക്ക് വിളിച്ച് ഫസ്റ്റ് അയാൾ പുര കാട്ടാൻ കൊണ്ടായി. അങ്ങനെ എൻ്റെ ചെറിയ ദിവസം ഇത് കക്കൂസ് പോയിക്കോളി. സുബ്ഹാനല്ലാഹ്, ഞാൻ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് പോയിട്ട് നോക്കുന്നില്ലേ, ഇടക്കതിൽ ചന്തം കണ്ടിട്ട് ബീത്തനെ മനസ്സിലായില്ലേ. യാ റഹ്മാനെ, എൻ്റെ ബെഡ്റൂം പോലും അത്ര സൗകര്യം ഇല്ല. എനിക്ക് എങ്ങനെ ബീത്തണം, ഞാൻ കൺഫ്യൂഷനെ സ്റ്റക്കായി. ചിരിക്കാൻ പറയുന്നതല്ല, ആ നിലക്ക് ഞങ്ങൾ സൗകര്യമാക്കിട്ട് ഞങ്ങളെ പോരാ. ഒരു മിനിറ്റ്. അപ്പോ നമ്മളെ പോരെല്ലാം ചന്താക്കി ഞങ്ങളെ കമ്പൗണ്ടിലേക്ക് വെളിയെല്ലാം വെച്ച് ഭയങ്കര അട്രാക്ഷൻ ആക്കി. അപ്പൊ അള്ളാന്റെ പള്ളിയല്ലേ, പോയിരുണ്ട തന്നില്ലെങ്കിൽ മോശമില്ല, ഇരിക്കും ഒരു 5 മിനിറ്റ്. ഇപ്പൊ പിടിച്ചു പറ്റുന്നേ ഇല്ല. അല്ല തന്നത് അള്ളാഹ്ക്ക് കുറച്ച് ഒന്നും വേണ്ട, അതിന് 10 അല്ല തിരിച്ചു തരും. അള്ളാഹ് വാനലക്ക് ബർക്കത്തുള്ള സമ്പത്ത് തരട്ടെ. ഞങ്ങളെ പൈസ ഞങ്ങളെ സമ്പത്ത് ഞങ്ങളെ ശമ്പളം അതും മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേട് അല്ല വരുത്താതിരിക്കട്ടെ. ഒരുപാട് കടങ്ങളുണ്ട്, കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. രണ്ടിനും അല്ലാഹു ഹലാലായ വഴിയും മനസ്സും തുറന്നു തരട്ടെ. ഇത്രയെല്ലാം പുര സൗകര്യമാക്കിയ ഞങ്ങൾക്ക്, പുരന്റെ ചാൾക്ക് ഇന്റർലോക്ക് ഇട്ട ഞങ്ങൾക്ക് തെറ്റല്ല. പുര ചന്താക്കണോ, ഇന്റർലോക്ക് ഇടണോ, എല്ലാം വേണോ, അത് നല്ല തന്നെയാണ്, അത് തെറ്റല്ല, അത് അധികമല്ല. അതെല്ലാം നേരെയായി ചന്തമാക്കി വെച്ച ഞാനും നിങ്ങളോ അള്ളാന്റെ പള്ളിയും പരിസരവും മറക്കാൻ പാടില്ലല്ലോ. ഇതല്ലേ ആഖിറത്തിലേക്ക് ബാക്കി, ഇതല്ലേ നാളെ ഖബറിലേക്ക് ബാക്കി. നാളെ അവിടെ വരുന്നത് ഈ അമല് മാത്രമാണ്. അപ്പൊ 5000 സ്ക്വയറാണ് ഞമ്മളെ നിട്ടാകുമ്പോ കിട്ടിയത് ഷീറ്റിടാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഉറൂസിന്റെ മിന്നെ അതൊന്നും റാഹത്താവണം. ഒരു സ്ക്വയറിന് ഒരു 150 റുപ്പനെ പോലെ. അൽഹംദുലില്ലാഹ്, ഒരു നല്ല കൂട്ടുകാരൻ, ഒരു ഭാഗ്യം ചെയ്ത സഹോദരൻ, അലി അൽദാർ എന്ന സഹോദരൻ ഞങ്ങളെ നാട്ടുകാരനാണ്. ബാപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കണമെന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞിട്ട് 200 സ്ക്വയർ അയാൾ ഏറ്റെടുത്തു. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അലി അൽദാർ എന്ന സഹോദരനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും ആരോഗ്യവും ആയുസ്സും ഏറ്റു കൊടുക്കണേ അല്ലാ. ബാപ്പാന്റെ ഖബറിലേക്ക് അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. വാഗ്ദാനം ചെയ്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യല്ലാ. ഒരു 150 രൂപ, ഒരു സ്ക്വയറിന് 150, അതായത് 1 കിലോ മത്തിയല്ല, ചെറിയ കറ്റ്ലന്റെ പൈസ. മത്തിക്ക് 200, അയിലക്ക് 240. മാഷാ അല്ലാഹ്. ഞങ്ങളെ ജബ്ബാർ ഉറൂസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട കരുത്തനായ കൺവീനർ, മരിച്ചുപോയ ബാപ്പ ഉമ്മാന്റെ പേരിൽ 100 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ബാപ്പുമ്മാന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട കാക്ക അബൂബക്കർ കാക്ക, എന്റെ ഉമ്മാരാങ്ങൾ അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. 2 സ്ക്വയറിന്റെ പൈസ പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഭാവിച്ച എത്ര, 1 സ്ക്വയറിന്റെ അല്ലാഹുവേ നീ കബൂല. ഞങ്ങളെ കണ്ണിൽ ചെറുത്, പക്ഷെ അള്ളാന്റെ കണ്ണിൽ അത് വലുതാണ്, ഒന്നും ചെറുതല്ല. അതായത് അങ്ങ് നോക്കിയ അല്ല, ആരെ ബുക്കോ കടലാസോ നിങ്ങൾ പിടിച്ചിരുന്നു പോണോ, നിങ്ങൾ അവിടെ ഇങ്ങനെ നടന്നെങ്കിൽ സംഗതി നടക്കാല. വിളിക്കുന്നു KB ആസിഫ 100 സ്ക്വയർ ഫീറ്റ് പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബത്തിനും ആരോഗ്യവും ആയുസ്സും ഏറ്റി കൊടുക്കണേ അല്ലാ. പിന്നെ പറഞ്ഞോ കാക്ക, അതെന്റെ ഉമ്മാന്റെ ആങ്ങളത് കാക്ക. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരു കാക്ക ആടെ ഇരുന്നിട്ടുണ്ട് നമ്മളെ മോഞ്ഞാക്ക. പിന്നെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ച ബഹുമാനപ്പെട്ട നിങ്ങൾ പറയുന്ന സൈനാർ മുസ്ലിയ ഞങ്ങളെ കാക്കയാണ്. ഞങ്ങള്
ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ കാക്ക നല്ലൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ആ കുടുംബത്തിനും ഞങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മൾ പുത്തുകാക്കുണ്ടു മാഷാ അല്ലാഹ്. കുറെ ആളുണ്ട്, ഞാൻ അറിയുന്ന കുറെ ആളുണ്ട്. ഇപ്പൊ എല്ലാവരും പേര് പറയണ്ടല്ലോ. പിടി നമ്മള് സലാമുണ്ട്, കുറെ ആളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. എന്നാലും അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യും. പറഞ്ഞോളൂ സാർ. മാഷാ അല്ലാഹ്. ഞങ്ങളെ പിന്നെ ഗാന്ധിനഗർ മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ്, അതെ, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബുക്കും കൊണ്ട് വരുന്നുണ്ട്. വേഗം ഒന്ന് സ്പീഡിലെ പോയി ബേംബരി നിർത്താനേ സമയം കഴിഞ്ഞ്. ആദരണീയ നമ്മളെ പിന്നെ ഗാന്ധിനഗർ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ്, നമ്മുടെ കാരണവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മള് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്. അതെ, ആചാർ എന്ന് വിളിച്ചിട്ട് പേരറിയില്ല നമുക്ക്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജി, നിങ്ങൾക്കറിയോ 1500 രൂപ ഏകദേശം എത്ര സ്ക്വയർ ആയി അത് മനസ്സിലാവല്ലോ. 10 സ്ക്വയർ 1500 രൂപ ഇവിടെ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യ റബ്ബേ, ഖബൂലാക്ക റബ്ബേ, പകരം നൽകണേ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലമേറ്റി കൊടുക്കല്ലാ. ഫാറൂഖിൻ്റെത് എത്രയാ? 300 600 200 കൂട്ടാവല്ല ഫാറൂഖ്. മാഷാ അല്ലാഹ്. നമ്മൾ റൗണ്ട് ഇടാം, അങ്ങ് അല്ലെങ്കിൽ അല്ല, കടലിലേക്ക് ഇറന്നെങ്കിലും കണക്ക് കൂട്ടിയിട്ട് അറിയണമെന്നുണ്ടോ? സിദ്ദീഖ് 100 സ്ക്വയർ. മാഷാ അല്ലാഹ്. ഞങ്ങൾ ഈന്റെ സന്നദ്ധ സേവകരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് സിദ്ദീഖ്. 100 സ്ക്വയർ ഫീറ്റ്. ഞങ്ങളെ ഫാറൂഖ് പിന്നെ 600 രൂപ 4 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ നീ മരണപ്പെട്ടു പോയ ബാപ്പാല ഹദ്റത്തിലേക്ക്, ഉമ്മാന്റെ ഹദ്റത്തിലേക്ക്, വേണ്ടപ്പെട്ടവരെ ഹദ്റത്തിലേക്ക് അതിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും കുടുംബത്തിലും മക്കളിലും എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പീഡിയ പൊടിച്ച 300 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പീഡിയ പൊടിച്ച നീ അത് ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടുകാരന്, ഞങ്ങളെ ആനക്കല്ലിലെ പുതിയ പിള്ളകാരന്, ഞങ്ങളെ നാടിന്റെ ഏറ്റവും വലിയ ആള്, പ്രിയപ്പെട്ട പേര് മറന്നായി മാമത്. ഞാൻ പിന്നെ ഇച്ചാൽ വിളിച്ചോണ്ട് ഞങ്ങൾക്ക് പേരറിയില്ല. മാമത് എത്ര 10 സ്ക്വയറിന്റെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മാമസ്ജ പിന്നെ 10 സ്ക്വയർ ആരോഗ്യവുമായി സുമേറ്റി കൊടുക്കണേ അല്ലാ. അതിന്റെ ബർക്കത്ത് നീ കുടുംബത്തിനും നൽകണേ അല്ലാ. നമ്മുടെ ഈ വർഷത്തെ ഉറൂസിനുള്ള ഭക്ഷണം സൗജന്യമായി പാകം ചെയ്ത് തരുന്ന അബൂബക്കർ ചായും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരും കൂടിയിട്ട് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞ ആള് 100 സ്ക്വയർ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. അബ്ദുറഹ്മാൻ എയർപോർട്ട് 10 പിന്നെ സ്ക്വയർ ഫീറ്റിന്റെ പൈസ. പടച്ചോനെ നീ കബൂലാക്കണേ അല്ല. എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ദുആരക്കും. മാഷാ അല്ലാഹ്. മമ്മസ് ചാരാവളിക്ക് ഷീറ്റിന്റെ ആവശ്യത്തിന് 1000 രൂപ. പടച്ചോനെ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മുറാദ് ഹസിലാക്കണേ അല്ലാ, ഞങ്ങളെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരണേ അല്ലാ. അബ്ദു കുഞ്ഞു സുങ്കത കട്ടൈ എത്ര? 25 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ നീ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. ലത്തീഫ് അലിക്കുഞ്ഞ് 5 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മരിച്ച ഷമീറിന്റെ പേരില് 10 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. അതിന്റെ പ്രതിഫലം നീ അവിടേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ട മോണു ഹാജിക്ക് വേണ്ടി, KP മോണു ഹാജിക്ക് വേണ്ടി 100 സ്ക്വയർ ഫീറ്റ്. മകൻ 100 സ്ക്വയർ ഫീറ്റ്. പടച്ചോനെ കബൂലാക്കണേ തമ്പുരാന്. മോണു ഹാജിന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ തമ്പുരാന്. മുറാദ് ഹസിലാക്കണേ തമ്പുരാന്. ഞങ്ങളുടെ എല്ലാ പരിപാടികളും നീ സ്വീകരിക്കണേ തമ്പുരാന്.
ഷാഫി തന്നെയാണ് 20 സ്ക്വയർ ഫീറ്റ് പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. മൊയ്തീൻ ഹാജി മജർപ്പള്ള 25 സ്ക്വയർ ഫീറ്റ് പടച്ചോനെ നീ ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ തമ്പുരാന്, മുറാദ് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാന്. കുടുംബത്തിലും അവർക്കും നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ തമ്പുരാന്. മാഷാ അല്ലാഹ്, നമ്മളെ കൂട്ടുകാരനാണ്, നമ്മളെ സഹപ്രവർത്തകനാണ്, സഹപാഠിയാണ്, മുന്നരായ ഞങ്ങളുടെ ശൈഖുന ഉസ്താദിന്റെ ശിഷ്യനാണ്. അല്ലാഹു സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യണം. മജീദ് നീറൊളിക്ക 50 സ്ക്വയർ ഫീറ്റ് അല്ലേ 50 സ്ക്വയർ ഫീറ്റ് മജീദ് നീറൊളിക്ക പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഉപ്പാപ്പ ഉമ്മാമാക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ ഞങ്ങളെ സ്വാലിഹ് ഫൈസി 10 സ്ക്വയർ ഫീറ്റ് പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. അതിന്റെ പ്രതിഫലം മരണപ്പെട്ടുപോയ ഉപ്പാപ്പ ഉമ്മാമടക്കമുള്ളവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സ്വാലിഹ് ഫൈസിക്കും ബാപ്പ ഫൈസിക്കും കുടുംബത്തിലും എല്ലാവർക്കും നീ ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അബ്ബാസ് ഹാജി പാലങ്കേരി 25 സ്ക്വയർ പടച്ചോനെ നീ കബൂലാക്കണേ തമ്പുരാനെ. ഉമ്മർച്ച 10 സ്ക്വയർ പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ. അതെ ഇൻഷാ അല്ലാഹ് ഉമ്മാപ്പാന്റെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അവരെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. 2-3 മണിക്കൂറായി. ഇവ നോക്കി സമയം എപ്പോഴും നിർത്തേണ്ടിയാണ്, സമയം അറിഞ്ഞില്ല. മരിച്ച പൊടിച്ചാക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ 10 സ്ക്വയർ ഫീറ്റ് പടച്ചോനെ നീ കബൂലാക്കണേ തമ്പുരാന്, നീ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാന്, മുറാദ് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാന്. സിറാജ് മണ്ണൻകുഴി 10 സ്ക്വയർ ഫീറ്റ് പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ, ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. എത്രയായി? ബാക്കി നാളായിക്കോളി. അല്ല ഒന്നിച്ച് ചൊല്ലിക്കോളി. ആര്? അസയാണ് 200 സ്ക്വയർ ഫീറ്റ് മരിച്ചുപോയ പാപ്പാന്റെ പേരിൽ പ്രത്യേകം ദ്വാരക്കാൻ. പിന്നെ മരിച്ചുപോയ ഇബ്രാഹിം മാഷിന്റെ പേരിൽ 10 സ്ക്വയർ ഫീറ്റ്. പൊടിമോണിച്ച 10 സ്ക്വയർ ഫീറ്റ്. ഡിഫൻസ് മുഹമ്മദ് ആജ് 10 സ്ക്വയർ ഫീറ്റ്. കൊണ്ടത്തിന്റെ ഇബ്രാഹിം 2 സ്ക്വയർ ഫീറ്റ്. അബ്ദുള്ള കുഞ്ഞി എസ്കെട്ട് 25 സ്ക്വയർ ഫീറ്റ്. ഉപ്പുമാന്റെ പേരിൽ പ്രത്യേകം ദ്വാരക്കാൻ ഒരാൾ 50 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഒരാൾ ഉപ്പുമാന്റെ പേരിൽ പ്രത്യേകം ദ്വാരക്കാൻ 25 സ്ക്വയർ. കുഞ്ഞമ്മസ്ച 5 സ്ക്വയർ. അബൂബക്കർ കൽമിഞ്ച 10 സ്ക്വയർ. ഫാറൂഖ് 4 സ്ക്വയർ ഫീറ്റ്. അനീഫ് അറഫ 20 സ്ക്വയർ ഫീറ്റ്. ഇസ്മായില് വേദംകോടി വി 3 സ്ക്വയർ. ഖലീല് 2 സ്ക്വയർ ഫീറ്റ്. ഇമ്രാന് 5 സ്ക്വയർ ഫീറ്റ്. മുഹമ്മദ് 10 സ്ക്വയർ ഫീറ്റ്. സാലിം, സിറാജ്, സിനാൻ മൂന്നാളും കൂടിയിട്ട് 20 സ്ക്വയർ ഫീറ്റ്.
അതെ അതെ, എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് ആരോഗ്യവും ആയുസ്സിനും വേണ്ടിയിട്ട് അല്ലാഹു ആരോഗ്യം ആയുസ്സും ഈ പറഞ്ഞവർക്കും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സത്താർ ഫുട്വെയർ 5 സ്ക്വയർ, വേറൊരു സ്വാലിഹ് 10 സ്ക്വയർ ഫീറ്റ്, അൻസാർ 10 സ്ക്വയർ ഫീറ്റ്, അൻസാർ 15 സ്ക്വയർ ഫീറ്റ്, അനസ് 3313 രൂപ ഷീറ്റിന് വേണ്ടിയിട്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാന്, സ്വീകരിക്കണേ തമ്പുരാന്. ഈ പറഞ്ഞവരുടെ സംഭാവന നീ ഏറ്റെടുക്കണേ തമ്പുരാന്. അവരുടെ മുറാദ് ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ തമ്പുരാൻ. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്. അസീസ് 500 രൂപ, പിന്നെ ഒരാൾ 150 രൂപ, ജമാല് 2 സ്ക്വയറിന് 300, ഒരാൾ 2 സ്ക്വയറിന് 300, താഹിർ എന്നാള് 5 സ്ക്വയറിന്റെ 750, പെണ്ണുങ്ങള് 4 സ്ക്വയറിന്റെ 600, സംസീർ എന്ന് പറയുന്ന ആള് 4 സ്ക്വയർ, KV ഉമർ 4 സ്ക്വയർ 7 സ്ക്വയർ, SM അബൂബക്കർ 20 സ്ക്വയർ. ഓക്കെ, വേറൊരാൾ ഒരു 150 സ്ക്വയർ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ സയ്യിദാ മിൽക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ മലാക്കണേ അല്ലാഹ്, നാഫിയായ ഇൽമാക്കണേ അല്ലാഹ്. പറഞ്ഞ എനിക്കും കേട്ടവർക്കും നീ ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. നല്ലവരായ മക്കളെ, നല്ലവരായ ഇണകളെ, തുണകളെ, നല്ലവരായ കുടുംബത്തെ ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ തമ്പുരാനെ. അങ്ങനെയുള്ളവരിലേക്ക് ഞങ്ങളെ മക്കളെ നീ ചേർക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഞങ്ങൾ നീ നിന്റെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. മഹാന്മാരായ നിന്റെ വലിയാക്കൾ അരിഫീങ്ങളെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ ദുആരക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. ഈ പറയപ്പെട്ടവർക്കുണ്ട് റബ്ബേ, ഈ സംഭാവന തന്നവർക്കുണ്ട് റബ്ബേ, ദുആരക്കാൻ വസിയ്യത്ത് പറഞ്ഞവർക്കുണ്ട് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലും നിന്റെ ദാഅത്തിലും നിന്റെ ഇബാദത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലുമായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് സലാമത്താക്കണേ തമ്പുരാനെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങളെ കച്ചവട ബിസിനസ് ജോലികളിൽ, മക്കളിൽ, ഭാര്യമാരിൽ, വീടുകളിൽ, പറമ്പുകളിൽ, ഞങ്ങളെ ഓരോ കാര്യങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കണ്ണടക്കുന്നത് വരെ, മരിക്കുന്നത് വരെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിന്, ഇഖ്ലാസോടെയുള്ള തഅല്ലുമിന്, തഅലീമിന്, വഅലിന്, നസിയത്തിന്, തദ്രീസിന് ഏറിയ ആയുസ്സും അവസരവും ആരോഗ്യവും ഇഖ്ലാസും ഇൽമുൻ നാഫിയും ഓർമ്മശക്തിയും എല്ലാം നൽകി നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. അവസാനം നീ ഞങ്ങളെ നിന്നിലേക്ക് വിളിക്കുമ്പോ കാമിലായ ഈമാനോടെ സലാമത്താക്കണേ തമ്പുരാനെ. ബഷീർ ഗോവ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ലൈവ് നോക്കിയിട്ട്, ഓൺലൈനിൽ നോക്കിയിട്ട് പരിപാടി കണ്ടിട്ട് സന്തോഷത്തില് പറഞ്ഞു, ബഷീർ ഗോവ. അപ്പൊ സാലി ഫൈസിന്റെ കാക്കാൻ കൂടിയാണ്, ഉപ്പാന്റെ പേരിൽ പ്രത്യേകം ദുആരക്കാൻ. എത്ര സ്ക്വയർ? 15 സ്ക്വയർ. ഒരുപാട് ആളുടെ നേരത്തെ പറഞ്ഞല്ലോ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, ഏറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ നന്മകളുടെ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ, ഞങ്ങളുടെ ദുആയുടെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെ ഉമ്മ വാപ്പാന്റെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. اللهم اصلحنا واصلح امه محمد اللهم ارحمنا وارحم امه محمد اللهم انصرنا وانصر امه محمد اللهم اغفر لنا واغفر لامه محمد اللهم اشفنا واشف امه محمد اللهم عافنا وعاف امه محمد اللهم استرنا واستر عن امه محمد اللهم الطف بنا وبامه محمد اللهم اجمع بيننا وبين المسلمين في دارك دار الأمان. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെപ്പോഴും ദുആരക്കുമ്പോൾ ആ നല്ല ദുആകളിൽ ഞങ്ങളെയും ചേർക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ നിങ്ങളും ഉണ്ടാവും. അല്ലാഹു സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. وآخر دعوانا الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.